ഹായ് ഹലോ നമസ്കാരം. VM-TV ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡി ടോക്സിലേക്ക് സ്വാഗതം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് അസുഖങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും നമുക്ക് ചുറ്റും അനുഭവിക്കുന്ന അസുഖങ്ങളും അതിനുള്ള പ്രതിവിധികളും നമുക്കറിയേണ്ടുന്ന ഉത്തരങ്ങളും ചോദ്യങ്ങളും എല്ലാമായിട്ടാണ് ഇന്ന് മെഡി ടോക്സിൽ ഞാൻ എത്തിയിട്ടുള്ളത്. എൻ്റെ കൂടെ ഇന്ന് സംശയ നിവാരണത്തിനും ഉത്തരങ്ങൾക്കുമായിട്ട് കൂടെ ജോയിൻ ചെയ്യുന്നത് ബാലരാമപുരം ഫാമിലി ഹെൽത്ത് സെൻ്ററിലെ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ സുശാന്ത് സാറാണ്. എന്തായാലും അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ബാലരാമ ഫാമിലി ഹെൽത്ത് സെൻ്റർ ഡോക്ടറാണ്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. രോഗം പ്രതിരോധിക്കാനുള്ള ശേഷി ഒരു മനുഷ്യന് ലഭിക്കുന്നത് കാലാവസ്ഥയിലൂടെയും കൂടി തന്നെയാണ്. കാലാവസ്ഥ മോശമാകുമ്പോൾ തീർച്ചയായിട്ടും അസുഖങ്ങളും നമ്മുടെ ലൈഫിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യനെ ബാധിക്കുന്ന കാലാവസ്ഥ വ്യത്യാസം മൂലം മനുഷ്യനെ ബാധിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ആയിട്ടാണ് നമ്മുടെ കൂടെ ഡോക്ടർ സുശാന്ത് അദ്ദേഹം ചേരുന്നത്. എന്തായാലും സർ, ഈ ഒരു കാലാവസ്ഥ, അതായത് ഇപ്പോൾ കേരളത്തിൽ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചൂട് കൂടിയൊരു കാലാവസ്ഥയാണ്. അതും നമ്മുടെ ആരോഗ്യവും തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ആരോഗ്യത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെ ബാധിക്കും? കേരളത്തിലെ കാലാവസ്ഥയെ പറ്റി പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ എസ്പെഷ്യലി ഒരുപാട് കാലാവസ്ഥ വ്യതിയാനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ടൈമിൽ കേരളത്തിലെ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ടെമ്പറേച്ചർ ഒരു 33 ആണെങ്കിലും 32 ആണെങ്കിലും ഇറ്റ്സ് ഫീൽ ലൈക്ക് 39 or 40 സംതിങ്, ലൈക്ക് ഒരു 40 ഡിഗ്രി ടെമ്പറേച്ചറിൻ്റെ അത്രത്തോളം എഫക്റ്റാണ് ചൂടിന് നമുക്കിവിടെ ഉണ്ടാവുന്നത്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അതുകൊണ്ട് ഒത്തിരി രോഗങ്ങൾ തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതുകൂടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ചെറുത്ത് നിർത്താം എന്നുള്ളതാണ് മെയിൻ കാര്യം. ഇപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഹ്യൂമിഡിറ്റി കാരണം, ചൂട് കാരണം ഉണ്ടാവുന്ന ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം വരുമ്പോൾ നമ്മുടെ മുതിർന്നവർക്കാണെങ്കിൽ അതിൻ്റെ ഒരു ബോഡിയിൽ തന്നെ ഒരു പ്രതിപ്രവർത്തനമാണ് സ്വെറ്റിംഗ് എന്ന് പറയുന്നത്. വേർത്തിട്ട് നമ്മൾ ശരീരത്തിലെ ജലാംശം പുറത്ത് കഴിഞ്ഞിട്ട് ബോഡീനെ കൂളാക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികളിലേക്കാവുമ്പോൾ ഒരു 6 മാസം 2 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ഈ സ്വെറ്റ് ഗ്ലാൻഡ് അമിതമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. സോ ഈ കുട്ടികൾക്ക് അമിതമായിട്ട് വേർക്കാൻ സാധിക്കില്ല. അതിന് പകരം ഈ സ്വെറ്റ് ഗ്ലാൻഡ്സിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഇച്ചിരി കുറവ് കാരണം ചെറിയ റാഷസ് പോലെ എന്ന് പറഞ്ഞാൽ ഈ ലവണങ്ങൾ, സോഡിയം ക്ലോറൈഡും സംഭവങ്ങളൊക്കെ സ്കിന്നിൽ തന്നെ നിന്നിട്ട് ചെറിയ റാഷസ് പോലെ കുട്ടികൾക്ക് ഉണ്ടാവും. അത് ഈ ഡീഹൈഡ്രേഷൻ്റെ വൺ ഓഫ് ദ സൈനാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പാടുകൾ ഉണ്ടാവുക, അതുപോലെ തന്നെ മൂത്രത്തിൻ്റെ അളവ് കുറയുക. മൂത്രത്തിലൊരു 6 മണിക്കൂർ 8 മണിക്കൂറിലൊക്കെ ആയിരിക്കും മൂത്രം പോവുക. മൂത്രത്തിൻ്റെ കളറിലുണ്ടാവുന്ന വ്യത്യാസം, അത് മഞ്ഞ കളറിലായിരിക്കും പോവുക. പിന്നെ അതുപോലെ തന്നെ അവരുടെ ചുണ്ട് വരളുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെയുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ ദാഹം കുഞ്ഞുങ്ങൾക്ക് പറയാൻ അറിയില്ല, പക്ഷെ അവർ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും, അവരുടെ കരച്ചിലായിരിക്കും ഭയങ്കര. പിന്നെ ബോഡി എപ്പോഴും ഒരു ഭയങ്കര ഹീറ്റായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനൊരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ഡീഹൈഡ്രേഷൻ്റെ അല്ലെങ്കിൽ നിർജ്ജലീകരണത്തിൻ്റെ സൈനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കുട്ടികൾക്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയവർക്കാണെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റാഷസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സൈനൊക്കെ കാണിക്കുന്നു പറഞ്ഞു. ഈ ദാഹത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ വെള്ളം എത്രത്തോളം കുടിക്കണം? മുതിർന്നവരാണെങ്കിൽ അവർക്ക് എത്ര ഗ്ലാസ് വെള്ളം വേണം, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ എങ്ങനെയായിരിക്കും? മുതിർന്നവരാണെങ്കിൽ ഡെയിലി 8 ഗ്ലാസ് വെള്ളമാണ് നോർമലി മുതിർന്നവർ കുടിക്കേണ്ടത്. പക്ഷേ ഈ ഒരു വേനൽക്കാലത്ത് ഇത്രയും ചൂടുള്ള സമയത്ത് ഒരു 3-4 ഗ്ലാസ് കൂടുതൽ കുടിക്കണം. 8 ആഡ് ഓൺ ചെയ്യണം. അതിലൊരു 10 മുതൽ 12, 13 ഗ്ലാസ് വെള്ളം ഡെയിലി നമ്മൾ കുടിക്കണം. അതാണ് മുതിർന്നവർക്കുള്ളത്. കുഞ്ഞു കുട്ടികൾക്കാകുമ്പോൾ ഒരു 6 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് അവർക്ക് കൂടുതലും നമ്മൾ മുലപ്പാൽ തന്നെ കൊടുക്കുക. അത് നമ്മളിപ്പം നോർമലി കൊടുത്തിരിക്കുന്നതിനേക്കാളും ഫ്രീക്വൻസി കൂട്ടുക, അതിൽ കൂടുതൽ ആഡ് ഓൺ ചെയ്യാം നമ്മൾ. അപ്പം അത് പിന്നെ ഒരു 6 മന്ത്സിൽ എബോവ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് നമുക്ക് വെള്ളം കൊടുക്കാം. വെള്ളം നോർമലി പച്ചവെള്ളമല്ല, അതിന് കൂടി നമുക്ക് ഈ മിനറൽസും സോഡിയം ക്ലോറൈഡൊക്കെ പോകുന്നത് കൊണ്ട് ശകലം ഉപ്പിട്ടിട്ടോ അല്ലെങ്കിൽ ഇച്ചിരി മുതിർന്നവരാണെങ്കിൽ കരിക്കും വെള്ളം,
അല്ലെങ്കിൽ ORS സൊല്യൂഷൻസ്. ഈ ഉപ്പും നാരങ്ങയും പഞ്ചസാര എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു അതെ അതെ. ഈ ആക്ച്വലി ORS സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതും കൂടിയുള്ള മിക്സ്ഡ് ആണ്. അപ്പം നമ്മൾ വീട്ടിൽ അതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം നമ്മൾക്ക് ഈ ഓവറായിട്ട് ഷുഗർ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ ഇപ്പം നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 2 സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളുപ്പ് അത്രയും മതി. അതാണ് കണക്ക്. അപ്പോൾ അതിൽ കൂടുതലായി കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് തന്നെ എടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ഫാർമസിയിൽ, മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആണ് ORS സൊല്യൂഷൻ. അത് 1 ഗ്ലാസ്സിനുള്ള ഉണ്ട്, അതുപോലെ തന്നെ 1 ലിറ്ററിൽ കലക്കേണ്ടതുണ്ട്. അത് കറക്റ്റായിട്ട് അതുപോലെ തന്നെ എടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വീട്, അതായത് നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്ടിൽ നിന്നും വെളിയിൽ ഇറങ്ങുമ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് ഈ ചൂട് എന്ന് പറയുന്നത്. സൂര്യാഘാതം വരെ സംഭവിക്കാവുന്ന ഒരു കാലാവസ്ഥയാണ്. നേരത്തെ പറഞ്ഞാൽ 32 ആണ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ വെളിയിൽ പോകുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ വെള്ളം നല്ലോണം കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അഥവാ വീട്ടിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ, അതായത് ഡീഹൈഡ്രേഷൻ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയും വീട്ടിൽ ഉപയോഗിക്കുന്ന എത്തിയതിനു ശേഷം ഉപയോഗിക്കാൻ, ലൈക്ക് കുടിക്കാനാണെങ്കിലൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്തായിരിക്കും? ലൈക്ക് ഡീഹൈഡ്രേഷന് വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ORS സൊല്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട് ജ്യൂസ്, തണ്ണിമത്തൻ പോലുള്ള പൈനാപ്പിളോ അങ്ങനെ ഫ്രൂട്ട് ജ്യൂസ് എല്ലാം നല്ലത് തന്നെയാണ്. അപ്പം അത് നമ്മുടെ വീട്ടിൽ വന്ന ഉടനെ അതൊന്ന് 1 ഗ്ലാസ് കുടിക്കുക. അതുപോലെ തന്നെ നോർമൽ വാട്ടർ അത് ഒരുപാട് കുടിക്കുക. മോര് നല്ലതാണ്. അതിൽ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് ഒരു മോര് 1 ഗ്ലാസ് ഉച്ചയ്ക്ക് കുടിക്കുന്ന വളരെ നല്ലതാണ്, നന്നായിരിക്കും. അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസ് എല്ലാ ഫ്രൂട്ട് ജ്യൂസും നല്ലത് തന്നെയാണ്. വാട്ടർമെലണോ പൈനാപ്പിൾ ആയാലോ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുക ഒരുപാട്. അതിൻ്റെ കൂടി തന്നെ നമുക്ക് ഉപ്പിട്ട വെള്ളം, നാരങ്ങ വെള്ളം ഉപ്പിട്ടിട്ട് അത് കുടിക്കുന്ന ഹെൽത്തിന് നല്ലതാണ്. ഡീഹൈഡ്രേഷൻ കുറയ്ക്കാൻ നല്ലതാണ്. ഏറ്റവും കൂടുതൽ എളുപ്പവും നമുക്ക് ലഭ്യമാകുന്നതും നാരങ്ങ വെള്ളം. അതെ, നാരങ്ങ വെള്ളമാണ് ഈസി ആയിരിക്കും. അതെ, പുറത്ത് എവിടെയെങ്കിലും പോയാലും ലൈക്ക് വീട്ടിലായാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നാരങ്ങ വെള്ളമാണ്. നാരങ്ങ വെള്ളം നമുക്ക് വീട്ടിലുണ്ടാക്കി കുടിക്കാം. അത് ഒരു പരിധി വരെ നമുക്ക് ഡീഹൈഡ്രേഷൻ കുറയ്ക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അടുത്ത 2 മാസങ്ങൾ എന്ന് പറയുന്നത് വെക്കേഷൻ ടൈമാണ്, കുട്ടികളുടെയൊക്കെ വെക്കേഷൻ ടൈമാണ്. അപ്പോൾ കൂടുതൽ, അതായത് മഴക്കാലം പോലെ തന്നെ വേനൽക്കാലത്തും ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം വേനൽക്കാലത്ത് വരുന്ന ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? വേനൽക്കാലത്ത് ആദ്യമായിട്ട് നമുക്ക് കുട്ടികളിൽ വരുന്ന അസുഖത്തെ പറ്റി നോക്കാം. ഒന്നാമത് തന്നെ നമ്മൾ ഈ ഡീഹൈഡ്രേഷൻ കാരണം അമിതമായിട്ടുള്ള ഫുഡും വെള്ളം കുടിക്കുന്നത് കാരണം വൃത്തിഹീനമായിട്ടുള്ള വെള്ളങ്ങൾ പുറത്തു നിന്ന് നമ്മൾ കുട്ടികളിലേക്ക് ഉള്ളിലെത്താം. അത് കാരണം നമുക്ക് ലൈക്ക് ടൈപ്പ് A ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ചൂട് കാരണം ഉണ്ടാവുന്ന ചിക്കൻ ബോക്സ് ഉണ്ട്. പിന്നെ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് അല്ലെങ്കിൽ തക്കാളി പനി എന്ന് പറയും, അതുണ്ട്. പിന്നെ ശരീരത്തിൽ ലൈക്ക് സൂര്യാഘാതം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാം. അതുപോലെ തന്നെ കണ്ണ് ചുവപ്പ്, കൺജങ്ക്റ്റിവൈറ്റിസ്, അത് ബാക്ടീരിയലോ വൈറലാവാം. അങ്ങനെ ഇത്രയും അസുഖങ്ങളാണ് മെയിൻലി കുട്ടികളിൽ ഈ ചൂട് കാലത്ത് നമുക്ക് ഉണ്ടാവുന്നത്. സർ, എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്, അതായത് നേരത്തെ സാർ പറഞ്ഞു ചെങ്കണ്ണ് അല്ലെങ്കിൽ കണ്ണീരുണ്ടാവുന്ന കുരു. അപ്പൊ ഈ ഒരു കാര്യം ചൂട് കൂടുമ്പോഴാണ് മോസ്റ്റ്ലി ഉണ്ടാവുക എന്ന് പറഞ്ഞു. പക്ഷെ നോർമലി ഉള്ള ആൾക്കാർ വിചാരിക്കുന്നത് ഒരു തരം പ്രാണിയാണ് ഈ ഒരു അസുഖം വരുത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതും ഈ ഒരു ചൂട് സമയത്തും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ, അതായത് ചൂട് സമയത്താണ് ഈ ഒരു കണ്ണിലുള്ള അസുഖം വരുന്നതെങ്കിൽ അത് പകരാനുള്ള സാധ്യതയുണ്ടോ? കൃപേഷ് പറഞ്ഞ പോലെ ആക്ച്വലി കൺചുവപ്പും കണ്ണിൽ കുരുവും ഒന്നല്ല, അത് രണ്ടാണ്. കൺചുവപ്പ് എന്ന് പറയുമ്പോൾ കൺജങ്ക്റ്റിവൈറ്റിസ് ഈ ചൂട് സമയത്ത് കൂടുതൽ ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഹ്യൂമിഡ് ആയിട്ടുള്ള ചൂട് ഈ ടൈം ഈ വൈറസിന് അമിതമായിട്ട് ഫേവറബിൾ കണ്ടീഷനാണ് എന്ന് പറഞ്ഞാൽ വൈറസിന് കൂടുതൽ പകരാനും സ്പ്രെഡ് ചെയ്യാനുമുള്ള ഒരു ഫേവറബിൾ കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഈ സമയത്ത് കൂടുതൽ ഈ അസുഖം വരുന്നത്. അതുപോലെ തന്നെ അൺഹൈജീനിക് ആയിട്ടുള്ളത്, നമ്മൾ കൈ കഴുകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ എടുക്കുന്നതും ഉപയോഗിക്കുന്നതും പരസ്പരം ഷെയർ ചെയ്യുന്നതും ഒക്കെ കാരണം ഈ കൺചുവപ്പ് നമുക്ക് ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് സ്പ്രെഡ് ആവുന്നതാണ്. ഇത് മോസ്റ്റ്ലി വൈറൽ ഇൻഫെക്ഷനാണ് കൺചുവപ്പ് എന്ന് പറയുന്നത്. കൺജങ്ക്റ്റിവൈറ്റിസ് ബാക്ടീരിയലുണ്ട്, എന്നാലും കൂടുതൽ വൈറൽ തന്നെയാണ്. അപ്പോൾ ഈ സമയത്ത് കൂടുതൽ വൈറൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് കാണുന്നത്. വന്നു കഴിഞ്ഞാൽ 1 വീക്ക് എന്തായാലും ഉണ്ടാവും നമുക്ക്. കൺകുരു എന്ന് പറയുന്നത് നമ്മുടെ ലാക്രിമൽ കണ്ണുനീരുണ്ടാവുന്ന ഡക്റ്റ് ഉണ്ട്, കണ്ണുനീരുണ്ടാവുന്ന ഗ്രന്ഥിയിലെ ബ്ലോക്ക് കാരണമാണ് കൺകുരു ഉണ്ടാവുന്നത്. അത് ഓഡിയോളം എന്നാണ് പറയുന്നത് അതിനെ. അപ്പം ഈ ഓഡിയോളം അങ്ങനെ പ്രാണി കാരണം ഉണ്ടാവുന്നതല്ല, ഒരു മിത്താണ്. അങ്ങനെ
പ്രാണി കാരണം വരുന്നെന്ന് പറയുന്നത് അങ്ങനെയല്ല ഉണ്ടാവുന്നത്. ഇപ്പം നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥിയിലെ ബ്ലോക്ക് കാരണം ഈ കണ്ണുനീർ അവിടെ കെട്ടി നിന്ന് അതിൽ ഇൻഫെക്ഷനായിട്ട് സെക്കൻഡറി ടു ദ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അവിടെ ഒരു കുരുവായിട്ട് വരുന്നതാണ്. ഈ ഒരു സമയത്ത് സൂര്യാഘാതത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നോട്ടീസ് ചെയ്യുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന പാടുകളാണ് മെയിൻലി സൂര്യാഘാതം എന്ന് പറയുന്നത്. പക്ഷെ അത് കൂടാതെ നമുക്കുണ്ടാകുന്ന തലവേദന, ഛർദി, ഇതൊക്കെയും സൂര്യാഘാതത്തിന്റെ ഭാഗം തന്നെയല്ലേ? ഇത് സൂര്യാഘാതം കാരണം ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ് അതൊക്കെയെന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡീഹൈഡ്രേഷൻ അതാണ് മെയിൻ നമ്മുടെ ഒരു കില്ലിംഗ് ഫാക്ടർ. ലൈക്ക് അപ്പം ഈ ഡീഹൈഡ്രേഷൻ കാരണം നമ്മുടെ ശരീരത്തിലെ ജലാംശങ്ങൾ അമിതമായിട്ട് വേർപ്പിലൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോലൈറ്റും വാട്ടറും ഉണ്ടാവുന്നില്ല. ഇത് കാരണമുള്ള തലവേദനയും ക്ഷീണവും ലൈക്ക് സെക്കൻഡറി ഇൻഫെക്ഷനും ഒക്കെയാണ് ബാക്കിയുള്ള കാരണങ്ങൾ ഉണ്ടാക്കുന്നത്. സൂര്യാഘാതം നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തുണ്ടാവുന്ന ലൈക്ക് റിയാക്ഷനാണ്, റിയാക്ഷൻ മാത്രമാണ് സൂര്യാഘാതം എന്ന് പറയുന്നത്. ഈ ഒരു സൂര്യാഘാതം തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും? ലൈക്ക് എന്താണ് സൺക്രീം ഒക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെ പറയാറുണ്ട്. അതെ അതെ അതെ, നമുക്ക് സൺക്രീം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ വേണം ഇടാനായിട്ട്. അപ്പം ലൈക്ക് ഒരുപാട് സൺക്രീംസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സൺക്രീം ലൈക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു 15 മിനിറ്റ് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ബോട്ടിൽ വെള്ളം ഒന്ന് കരുതുക. അതുപോലെ തന്നെ വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം മുഖം നന്നായിട്ട് ഒന്ന് കഴുകുക. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മുഖം കഴുകുക, അതുപോലെ തന്നെ 2 നേരം നമ്മൾ കുളിക്കുക. പിന്നെ കിടക്കുന്നതിന് തൊട്ട് മുന്നേ മുഖം ഒന്ന് കഴുകുക. പിന്നെ പുറത്ത് പോകുമ്പോൾ നമുക്ക് നല്ല മോരും വെള്ളം ഉണ്ടെങ്കിൽ അത് കുടിക്കുക. അപ്പം കുറേയൊക്കെ നമുക്കൊന്ന് ബോഡി ഒന്ന് കൂളാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിപത്തിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുട ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല, ഈ സൺസ്ക്രീം ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിയർപ്പിന്റെ ഗ്രന്ഥികളെല്ലാം ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്രന്ഥികൾക്കൊക്കെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതും എന്തായാലും അതായത് നോർമൽ ഉള്ള ഒരു കൺഫ്യൂഷനാണ്. അങ്ങനെയില്ല, അങ്ങനെ അത്ര പ്രശ്നം ഉണ്ടാവുന്നില്ല. നമ്മുടെ ഈ അൾട്രാവയലറ്റ് കിരണങ്ങൾ നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലേക്കുള്ള ലെയറിലേക്ക് പോകുന്ന തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് വേറെ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. ലോക്കൽ കമ്പനീസ് ഉപയോഗിക്കാതെ നല്ല കമ്പനീസ് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു അസുഖമാണ് ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിക്കൻ ബോക്സിൽ നമ്മൾ എന്തൊക്കെയാ, അതായത് അത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കണം, അല്ലെങ്കിൽ വെളിയിലൊന്നും ഇറങ്ങാൻ പാടില്ല, വീട്ടിനകത്ത് തന്നെ ഇരിക്കണം? പണ്ടത്തെ ഒരു പ്രാചീനമായ ഒരു ട്രീറ്റ്മെന്റ് ശൈലിയാണ്. അതായത് വെളിയിലൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരുന്ന് വീപ്പ് അങ്ങനത്തെ ഇലകളൊക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ കുളിക്കുക, അങ്ങനെയൊക്കെയുള്ള മിത്തൊക്കെ ഉണ്ട്. അപ്പൊ അത് ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം, അല്ലെങ്കിൽ ഈ ഒരു മെഡിക്കൽ ഫാക്ടർ മെഡിക്കൽ ഈ ഒരു സംഭവമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് ഇതും തമ്മിൽ എങ്ങനെയാണ്? ചിക്കൻ ബോക്സ് ഇപ്പോൾ നമുക്ക് ഈ ചൂട് സമയത്ത് ഒരുപാട് ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളതാണ്. ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ഇത് ചിക്കൻ ബോക്സ് ആണെന്ന് കൺഫേം ചെയ്യണം. എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യണം. ചിക്കൻ ബോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ആദ്യം ചെറിയ റാഷസ് ഉണ്ടാവും. ഈ റാഷസ് തുടങ്ങുന്നതിന് ഒരു ദിവസം മുന്നെങ്കിലും നമുക്ക് പനി, ക്ഷീണം, തലവേദന ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ആദ്യം കാണിക്കും. അതിനുശേഷം ശരീരത്തിൽ ഒന്നിൽ നെഞ്ചിൽ, ഫേസിൽ അല്ലെങ്കിൽ ബാക്കിൽ, ഈ 3 ഭാഗങ്ങൾ ട്രങ്കിലാണ് ആദ്യമായിട്ട് ആദ്യം കുരുകൾ ഉണ്ടാവും. അത് പിന്നെ വെള്ളം കെട്ടുന്ന തരത്തിലേക്ക് ബ്ലിസ്റ്റേഴ്സ് ആയിട്ട് മാറും. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്ക് ആദ്യം ചിക്കൻ ബോക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഒരു പേഷ്യൻ്റ് ചിക്കൻ ബോക്സ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിൽ തന്നെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പണ്ടത്തെ മിത്ത് അത് ശരി തന്നെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ 14 ഡേയ്സ് എന്തായാലും പേഷ്യൻറ്റിനെ ഐസൊലേറ്റ് ചെയ്യണം. ഇത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനാണ് എന്ന് പറഞ്ഞാൽ വായിൽ കൂടിയും ശരീരദ്രവങ്ങളിൽ കൂടിയും പകരുന്നതാണ് ചിക്കൻ ബോക്സ്. പിന്നെ വേറൊരു കാര്യം, ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ഈ ബ്ലിസ്റ്റേഴ്സ് പൊട്ടിക്കാതെ നോക്കാം. അമിതമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാവും ശരീരത്തിൽ. അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള ശരീരവേദന, തലവേദന, ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പം അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതെടുക്കുക എന്നുള്ളതാണ്. പിന്നെ പണ്ട് പറയുന്ന പോലെ വേപ്പ് ഉപയോഗിക്കുക എന്നുള്ള അതിനോട് നമ്മുടെ ഇപ്പോഴത്തെ ഇത് വേണ്ടെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഇപ്പം അവൈലബിലിറ്റി കുറഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ്. അതെ അതെ അതെ, വേഗം വളരെ കുറവാണ്. അപ്പം വേപ്പ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ശരീരത്തിൽ കലാമൻ ലോഷനും അതുപോലെ തന്നെ ആൻറ്റിവൈറൽ ഡ്രഗ്സ് ഉണ്ട്. അപ്പം അത് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വൈറ്റമിൻ സിയും വൈറ്റമിൻസ് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള
ലൈക്ക് കാര്യങ്ങൾ കൂടി 1 വീക്ക് എന്തായാലും ഉണ്ടാവും. 1 വീക്ക് കഴിഞ്ഞിട്ടേ ആ ഒരു അസുഖത്തിൻ്റെ കാഠിന്യം അതെ മനസ്സിലാവാനും പിന്നെ അത് കുറയത്തുള്ളൂ. അപ്പം എന്തായാലും ചിക്കൻ ബോക്സ് വരുമ്പോൾ തന്നെ ഒരാളെ ഐസൊലേറ്റ് ചെയ്യുക, കറക്റ്റ് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെൻറ്റ് എടുക്കുക, പിന്നെ അവരുപയോഗിച്ച വസ്ത്രങ്ങളും റൂംസും ഒക്കെ നമ്മുടെ കോവിഡ് ടൈമിൽ നമ്മൾ സാനിറ്റൈസ് ചെയ്തതുപോലെ ആ ക്ലീൻ ചെയ്തതിന് മാത്രം വേറെ ഒരാൾ ഉപയോഗിക്കാം. ഇത് വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു 1 വീക്കിൽ കൂടുതൽ എടുക്കും കുറയാനായിട്ട്. ചിക്കൻ ബോക്സിൻ്റെ റാഷസ് അത് വന്നിട്ട് തനിയെ തന്നെ സ്കാറായിട്ട് പോകുന്നതാണ് പതിവ്. അപ്പോൾ ഈ പോകുന്ന ടൈമിൽ തന്നെ ശരീരത്തിൽ ഭയങ്കര അമിതമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാവാം. ആ സമയത്ത് ഉപ്പുവെള്ളം വെച്ച് കുളിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡേഞ്ചർ സൈൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്ന ചുമയും കഫവുമാണ്. അങ്ങനെ വരികയാണെങ്കിൽ അത് ന്യൂമോണിയയിലേക്ക് കൊണ്ടുപോവാം. അപ്പോൾ ചിക്കൻ ബോക്സ് വരികയാണെങ്കിൽ അത്രത്തോളം പോവാതെ നമ്മൾ സൂക്ഷിക്കണം. ചിക്കൻ ബോക്സ് ഇറ്റ്സ് എ വൈറൽ ഇൻഫെക്ഷൻ. ബട്ട് ന്യൂമോണിയയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അത് ബാക്ടീരിയൽ ഒരു സൂപ്പർ ഇൻഫെക്ഷൻ കൂടി ആവാം. അതുകൊണ്ട് അങ്ങനെ ഒരു ടൈമിൽ ഈ വൈറൽ മെഡിസിൻ്റെ കൂടി തന്നെ ഒരു ആൻറ്റിബയോട്ടിക്കും കൂടി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊരു നമ്മുടെ എത്രയും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ആ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. വെള്ളത്തിൽ കുളിക്കുന്നത് കുഴപ്പമില്ല. പിന്നെ വേപ്പ് ഉപയോഗിക്കേണ്ട. വേപ്പ് ഇപ്പോഴത്തെ പുതിയ സ്റ്റഡിയിൽ കുറച്ച് കൂടുതൽ ഇറിറ്റേഷൻസ് സ്കിന്നിൽ ഉണ്ടാക്കുന്നെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അതിന് പകരം നമുക്ക് കലാമിൻ ലോഷനോ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം. ഉപ്പുവെള്ളത്തിൽ കുളിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് അതായത് എല്ലാ കാലത്തെയും പോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയാണ് എല്ലാ രോഗങ്ങൾക്കും കാരണം. അതായത് ഇപ്പം ചൂടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വെയിലെന്ന് പറയുമ്പോൾ നമ്മൾ വെളിയിൽ പോയിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ഇതാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്, അതിന്റെ റിയാക്ഷൻ ഫലമായിട്ടാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത് അല്ലേ? നമ്മുടെ ജീവിതശൈലി വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. നമ്മൾ പുറത്ത് പോകുമ്പോഴും അതിന് മുന്നേ ഉള്ള വീടിനുള്ളിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പുറത്ത് പോകുന്നതിന് മുമ്പ് നമുക്ക് സൺക്രീംസ് ഉപയോഗിക്കുക, അങ്ങനത്തെ വെള്ളം കരുതുക, അതുപോലത്തുള്ള കാര്യങ്ങൾ. പോയി കഴിഞ്ഞാൽ കൂടുതൽ സൺ എക്സ്പോഷർ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുട്ടികൾ കൂടുതൽ കളിക്കുന്ന ടൈമിൽ പുറത്തിറങ്ങി കളിക്കുന്നതും അമിതമായിട്ട് സൺ എക്സ്പോഷർ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഈ സമയത്ത് പാരൻസ് ഒന്ന് കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്താൽ നന്നായിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമുക്ക് വീട്ടിലേക്ക് പുറത്ത് വന്നതിന് ശേഷമുള്ള നമ്മുടെ ജീവിതശൈലികൾ, അതിൽ ഈ ഒരു നാളത്തേക്ക് കുറച്ച് നമ്മളൊന്ന് കെയർ ചെയ്യുക. കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതെ കൂടുതൽ അമിതമായിട്ട് വെള്ളങ്ങളും ജ്യൂസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലൊക്കെ കുടിക്കുക. അതുപോലെ തന്നെ ബോഡി എപ്പോഴും ഒന്ന് ഹീറ്റ് കുറയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ 2 പ്രാവശ്യം കുളിക്കുക. അതുപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് മുഖം കഴുകുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ അതിൽ നിന്ന് ലൈക്ക് ഒരുപാട് അസുഖങ്ങളെ വളരെ ക്ലീൻ ഫുഡ് മാക്സിമം ഒന്ന് കുറയ്ക്കുക. പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നായാലും പുറത്തുനിന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കുക. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഫുഡ് കൊടുക്കുന്ന അതിൻ്റെ ഹൈജീൻ പോലെ തന്നെയാണ് നമ്മുടെ കൈയും നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യണം. എന്നിട്ടേ കുട്ടികൾക്ക് കൊടുക്കാം. അതിൽ നിന്ന് കുട്ടികൾക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഈ പുറം മാത്രം കഴുകിയാൽ പോരാ. നല്ല പോലെ എല്ലാം തേച്ച് എല്ലാ വിരലാണ് അടക്കം നല്ല പോലെ കഴുകിയതിന് ശേഷം മാത്രം കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കേണ്ടതാണ് പാരൻസ്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ടെമ്പറേച്ചർ വളരെ കൂടി വരെയാണ്. നമ്മുടെ ഗൾഫ് കൺട്രിയിലും മറ്റുമുള്ള ടെമ്പറേച്ചറിനോടും അടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള ടെമ്പറേച്ചറാണ് ഇപ്പോൾ നമുക്ക്. ഒന്നാമതേ ഹ്യൂമിഡിറ്റി കൂടുതലാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ കുറഞ്ഞ താപനില ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ എഫക്റ്റ് വലിയ ടെമ്പറേച്ചറോട് അടുത്താണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആരും തന്നെ ഇതിനൊരു നിസ്സാരമായിട്ട് കാണരുത്. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇതിലുണ്ടാവുന്ന അസുഖങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ കുറയാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് നമ്മുടെ ജീവൻ തന്നെ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലൈമറ്റാണ് നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സൂര്യാഘാതവും അതുപോലെ ഡീഹൈഡ്രേഷനും, ഒത്തിരി കുട്ടികൾ ഡീഹൈഡ്രേഷൻ കാരണം അതിൻ്റെ കോംപ്ലിക്കേഷൻ കാരണവും മരണത്തോട് അടുത്ത് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ അവർക്ക് കൂടുതൽ 6 മാസത്തിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഫീഡിങ് കൂടുതൽ കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് ഫ്രൂട്ട് ജ്യൂസ് ലൈക്ക് മോരും വെള്ളം അല്ലെങ്കിൽ ഉപ്പിട്ട് നാരങ്ങ വെള്ളം അങ്ങനെയുള്ള സാധനങ്ങൾ ഡെയിലി റൊട്ടീനായിട്ട് ആഡ് ചെയ്യുക കൂടുതലായിട്ട്. പിന്നെ അവർക്ക് കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്ക് യൂറിൻ പോകുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോയെന്നോ അല്ലെങ്കിൽ യൂറിൻ്റെ അളവ് കുറയുന്നുണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കുക. അത് അവർക്ക് ബോഡി ടെമ്പറേച്ചർ കൂടുന്ന പോലെയോ അല്ലെങ്കിൽ തൊണ്ടയും ചുണ്ടുമൊക്കെ വരണ്ട
വരണ്ട് പിടിക്കുന്നോ എന്നുള്ളതൊന്ന് നോക്കുക. ഇതൊക്കെയാണ് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണത്തിൻ്റെ സിംറ്റംസ് ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പുറത്തേക്ക് പോകുമ്പോഴും നമ്മളെപ്പോഴും ഒരു സൺസ്ക്രീം ഉപയോഗിക്കുക. അതുപോലെ തന്നെ കയ്യിൽ വെള്ളം കരുതുക. കൂടുതലായിട്ട് സൺ എക്സ്പോഷർ ഉണ്ടാവുന്നത് വളരെ കുറയ്ക്കാനായിട്ട് നോക്കുക, ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് പബ്ലിക്കിലോട് പറയാനുള്ളത്, നമ്മൾ കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് ഒരു ലൈക്ക് നമ്മുടെ കൂട്ടായ്മയുടെ ഫലമായിട്ട് ഒരു പരിധിവരെ നമുക്ക് അസുഖത്തെ ചേർത്ത് നിൽക്കാൻ സാധിച്ചായിരുന്നു. എല്ലായിടത്തും ബ്രേക്ക് ദ ചെയിൻ വെച്ചിട്ട് ലൈക്ക് ഹാൻഡ് ഹൈജീനും എല്ലാം കൈ വാഷ് ചെയ്യുന്ന സാധനങ്ങളും ലൈക്ക് വാഷ് ബേസും അതുപോലെ തന്നെ സാനിറ്റൈസറും ഒക്കെ അന്ന് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ എനിക്കുള്ളൊരു നിർദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ സെൻറ്റേഴ്സിലും അതുപോലെ ഏതെങ്കിലും സംഘടനകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് അവർ ഒരു മുന്നോട്ട് ഇറങ്ങിയിട്ട് ചില സ്ഥലങ്ങളിൽ സൗജന്യമായിട്ട് ORS സൊല്യൂഷൻസോ അല്ലെങ്കിൽ വെള്ളം കൊടുക്കാനുള്ളൊരു സംവിധാനം, അല്ലെങ്കിൽ കുറച്ച് ഈ ഷെയ്ഡ്സ് വെച്ചിട്ട് കൂടുതൽ ഈ ജോലി സ്ഥലങ്ങളിൽ പണിയെടുക്കുന്ന ഈ കോൺക്രീറ്റിലും ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പണിക്കാർ അവർ കണ്ടിന്യൂസ് ആയിട്ട് വെയിലത്ത് നിന്ന് പണിയെടുക്കുകയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഡ്യൂട്ടി ടൈമിൽ നിന്ന് കുറച്ചൊന്ന് ഇളവ് കൊടുക്കുക. അതുപോലെ അവർക്ക് കറക്റ്റ് സമയങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ എത്തിക്കുക. ബസ് സ്റ്റോപ്പിലും ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം എത്തിക്കാനുള്ള, നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സാധിക്കും. എല്ലാ സന്നദ്ധ സംഘടനകളും അതിനേക്കൊന്ന് മുന്നിലോട്ട് ഇറങ്ങി വരണമെന്നും ഗവൺമെൻറ് അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു അഭ്യർത്ഥന കൂടെയുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും നല്ല ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിനെ ഈ ഒരു വലിയ ആപത്തിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ കേരള ഗവൺമെൻറ് മാർച്ച് 15-ാം തീയതി മുതൽ തണ്ണീർ പന്തലം എന്ന് പറഞ്ഞൊരു പരിപാടി ഇതിനു വേണ്ടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും എല്ലായിടത്തും അതിൻ്റെ പ്രവർത്തനങ്ങൾ ലഭ്യമാക്കുന്നതാണ്. ഇതുപോലെ തന്നെ എല്ലാ സന്നദ്ധ സംഘടനകളും ഇതിനു വേണ്ടി മുന്നോട്ട് വന്ന് ഇതൊരു മാതൃകയാക്കിയിട്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്ന് എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അസുഖങ്ങൾ വരണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഒരു രോഗം വന്നു കഴിഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് വരാതെ എങ്ങനെ നോക്കാം എന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ. എന്തായാലും ഒരുപാട് ഇൻഫർമേഷൻ നമുക്കിപ്പോൾ പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നന്ദി, നമസ്കാരം. അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് പിങ്കി ഇലക്ട്രിക്കൽസ് വട്ടിയൂർക്കാവ്. എല്ലാവിധ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരം. ലീഗ്രാൻഡ്, LNT, എല്ലീസ്, ഹാവൽസ്, വി-ഗാർഡ്, ക്രോംപ്ടൺ, പോളിക്യാപ് തുടങ്ങിയ ബ്രാൻഡുകളുടെ വമ്പൻ ശേഖരം. തിരുവനന്തപുരത്ത് മറ്റെങ്ങും ലഭിക്കാത്ത വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ്. RR, വി-ഗാർഡ്, ഫിനോലെക്സ്, പോളിക്യാപ് തുടങ്ങിയവയുടെ വയർ ഉൽപ്പന്നങ്ങളും വൻ വിലക്കുറവിൽ ലഭ്യമാണ്. ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ ബ്രാൻഡുകളുടെയും ജെനുവിൻ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളും ഹോൾസെയിൽ നിരക്കിൽ സൈറ്റിൽ എത്തിച്ചു നൽകുന്നു. പിങ്കി ഇലക്ട്രിക്കൽസ് വട്ടിയൂർക്കാവ്. ഞങ്ങളുടെ പുതിയ ഷോറൂം ട്രിവാൻഡ്രം സിറ്റിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു.